നോക്കൂ ശ്രീ വേണു, ഇത് ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളത് ഞാൻ പറയുന്ന ആ അർത്ഥത്തിൽ കാണുന്ന രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നതല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാവുന്നവർ രാഷ്ട്രീയ പ്രവർത്തനം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടുന്ന കാര്യങ്ങളല്ലല്ലോ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയായി വന്നത്. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടല്ലേ ഇപ്പോഴും കോൺഗ്രസ് എടുക്കുന്നത്? അതല്ലേ പൊതുസമൂഹം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ വഴിവിട്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്നത്? അപ്പോൾ ആ വഴിവിട്ട് സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം വി ഡി സതീശനായാലും ഷാഫി പറമ്പിലായാലും സണ്ണി ജോസഫ് ആയാലും താങ്കൾ ഈ പേര് പറഞ്ഞ ആരായാലും തയ്യാറാകുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയ നിങ്ങൾ പറയുന്നത് MLA സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്താക്കണം എന്നാണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഉടനെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പാണ് വരുന്നത് എങ്കിൽ അത് ആർക്ക് മേൽക്കൈ ഉണ്ടാക്കും? അവിടെ BJP ജയിക്കുന്ന ഒരർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സ്റ്റാറ്റസ് കോ ആണ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം. അത് ആദ്യം പൊളിഞ്ഞത്, ഒറ്റ സെക്കൻഡ് നീട്ടുന്നില്ല, അത് പൊളിഞ്ഞത് അങ്ങനെ ഒരു അവകാശവാദം കോൺഗ്രസിന് ഉന്നയിക്കാൻ കഴിഞ്ഞത് നിലമ്പൂർ അവർ പിടിച്ചതോടെയാണ്. പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അത് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിലും BJPക്ക് കിട്ടിയാൽ കോൺഗ്രസിൻ്റെ ആ നറേറ്റീവ് പൊളിയും. ആ നറേറ്റീവ് പൊളിഞ്ഞാൽ 2026 3.0 എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയ നീക്കത്തിന് ആവേഗം കൂട്ടാം. അതല്ലേ നിങ്ങളുടെ കണ്ണ്? നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് വരുമോ ഇല്ലയോ, ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കും എന്നുള്ളതൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അങ്ങനെയാണോ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, രാജ്യസഭയിൽ ഉണ്ടായിരുന്ന KC വേണുഗോപാലിനെ അത് BJPക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും ആലപ്പുഴയിൽ മത്സരിപ്പിച്ചില്ലവരില്ലേ കോൺഗ്രസ്സുകാർ? ഷാഫി പറമ്പിൽ ഇങ്ങനെ വളരെ ചെറിയ ഒരു മാർജിനിൽ ജയിച്ച മണ്ഡലത്തിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് ആ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ്? കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് കംഫർട്ടബിൾ ആക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത്. രാജസ്ഥാന്റെ വിമർശനം ശരി, പക്ഷേ ഒരു സെക്കൻഡ് ഒക്ടോബറിലാണ് എങ്കിൽ, ഒക്ടോബറിൽ രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള തീരുമാനമാണെങ്കിൽ കഥ മാറി. പിന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പില്ല, BJPക്ക് സാധ്യതയില്ല. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയാണോ ഒരു വിഷയത്തെ കാണുന്നത്? ഒരു വളരെ ഗൗരവപ്പെട്ട, ഒരു നിലയിലും രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കൂ, ഒരു MLA ഒന്നും ആവുന്നത് പോട്ടെ, ഒരു സാധാരണ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളായി കോൺഗ്രസിൻ്റെ നേതാവ് മാറിയില്ലേ? സ്ത്രീകൾക്ക് ധൈര്യത്തോടു കൂടി വിളിക്കാൻ കഴിയാത്ത, അശ്ലീല മെസ്സേജുകൾ അയക്കുന്ന, ഗൂഗിൾ പേയിൽ പോലും പേര് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ആളായി മാറിയെന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സമചിത്തതയോടുകൂടിയല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പലതും ഭയപ്പെടാനുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ പാലക്കാട് കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് മുതലുള്ള കാര്യങ്ങൾ, പിന്നെ VD സതീശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ അവരവരുടെ നിലവാരമാണല്ലോ രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും കാണിക്കുക. രാഹുലിൻ്റെ നിലവാരം കാണിച്ചു, ഷാഫിയുടെ നിലവാരം കാണിക്കും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ നിലവാരം കാണിക്കും. കേരളീയ സമൂഹം ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിനകത്ത് ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ പൗരൻ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ അല്ല ആഗ്രഹിക്കുന്നത്. IUMLന്റെ ആസ്ഥാന മന്ദിരം അല്ലെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണ്? KC വേണുഗോപാലിന് ഒരു അവാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് UDFനെ തിരികെ കൊണ്ടുവരാൻ KC വേണുഗോപാൽ ഇറങ്ങണം എന്ന്. കേരളത്തിലേക്കുള്ള ക്ഷണമാണ്. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറയുന്ന പോലെ ഇപ്പോഴത്തെ നേതാക്കന്മാരും കൊള്ളില്ല എന്ന് ലീഗ് പറയുന്നതിന് തുല്യം. അങ്ങ് പറഞ്ഞോളൂ. അല്ല, അവിടെ ലീഗുകാരും ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള മനുഷ്യരൊക്കെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ വരും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് വന്നിട്ടില്ല അല്ല, താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ സാന്ദർഭികവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്